Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഹൈക്കോടതിക്കും ചില സംശയങ്ങളുണ്ട്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? ദേവസ്വം ബോർഡെന്ന് മറുപടി. എന്തുകൊണ്ടാണ് അയ്യപ്പ സംഗമമെന്ന് ഇതിന് പേരിട്ടത്? അയ്യപ്പന്റെ പേരിൽ സ്വകാര്യ കമ്പനികളിൽ നിന്ന് സ്പോൺസർഷിപ്പ് വാങ്ങുന്നത് ശരിയോ? സ്പോൺസർഷിപ്പിൽ ദേവസ്വം ബോർഡിന് വ്യക്തതയുണ്ടോ? പ്രതിപക്ഷത്തിനുമുണ്ട് ചോദ്യങ്ങൾ. അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയ കാപട്യമാണ്. നവോത്ഥാന സമിതി ഇനിയും പിരിച്ചുവിട്ടിട്ടില്ലല്ലോ. സ്ത്രീ പ്രവേശന സമയത്തെ കേസുകൾ പിൻവലിച്ചിട്ടില്ലല്ലോ. പണം ലക്ഷ്യമിട്ടുള്ള വ്യവസായ സംഗമമാണ് നടത്തുന്നതെന്ന് BJP. യഥാർത്ഥ അയ്യപ്പ സംഗമം നടത്താനൊരുങ്ങി ഹിന്ദു ഐക്യവേദി. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സാങ്കത്യം എന്ത് എന്നാണ് ചോദ്യം. അതിഥികളായി CPM പ്രതിനിധി KT കുഞ്ഞിക്കണ്ണൻ, ഹിന്ദു ഐക്യവേദി പ്രതിനിധി RV ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ സണ്ണിക്കുട്ടി എബ്രഹാം, KPMSന്റെ സംസ്ഥാന പ്രസിഡന്റ് L രമേശൻ എന്നിവരാണ്. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണനിലേക്ക്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയ കാപട്യമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. യഥാർത്ഥ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടി ശബരിമല കർമ്മസമിതി 22-ാം തീയതി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. സർക്കാരാണോ ദേവസ്വം ബോർഡാണോ ഈ സംഗമം സംഘടിപ്പിക്കുന്നതെന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. സ്പോൺസർഷിപ്പിൽ വ്യക്തതയുണ്ടോ? അയ്യപ്പന്റെ പേരിൽ ഇങ്ങനെ സ്വകാര്യ കമ്പനികളിൽ നിന്ന് പണം വാങ്ങുന്നത് ശരിയാണോ എന്ന ഹൈക്കോടതിയുടെ മറ്റു ചോദ്യങ്ങളുണ്ട് വേറെയും. സർക്കാർ പ്രതിരോധത്തിലാവുകയാണോ ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലി? അരുൺകുമാറെ, സർക്കാരിനൊരു പ്രതിരോധാവസ്ഥയുമില്ല. സർക്കാർ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് വളരെ കൃത്യമായി തന്നെ ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരാണോ ദേവസ്വം ബോർഡാണോ? ദേവസ്വം ബോർഡാണെന്നാണ് മന്ത്രി പറയുന്നത്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സംവിധാനമാണ്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തണം. അവരുടെ യാത്ര, അവർക്കാവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ, അവർക്കാവശ്യമായ ശുദ്ധജലം, ഇതെല്ലാം ഉറപ്പുവരുത്തണം. കൂടി വരുന്ന അയ്യപ്പ ഭക്തരുടെ വലിയ രീതിയിലുള്ള ഒരു സാന്ദ്രീകരണം ശബരിമലയിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അത് ആഗോള തലത്തിൽ തന്നെ അയ്യപ്പ ഭക്തർ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ശബരിമല. ആ രീതിയിൽ ആഗോള പ്രാധാന്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായി ശബരിമല ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനനുസൃതമായ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം. അതിനാവശ്യമായ ചർച്ചകളും സംവാദങ്ങളും അതിനാവശ്യമായ സഹായങ്ങളുമൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഔദ്യോഗികമായി തന്നെ ഈ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി ഇത്തരം കാര്യങ്ങളിൽ സഹായിക്കാൻ കഴിയാവുന്ന നിരവധി വ്യക്തികളെ, അയ്യപ്പ ഭക്തരുടെ പ്രതിനിധികളെ എല്ലാം തന്നെ ഈ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ സംഗമം ശബരിമലയുടെ എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള വികസനം എങ്ങനെ സാധ്യമാക്കും? അയ്യപ്പ ഭക്തർക്ക് വളരെ സമാശ്വാസപരമായി തീർത്ഥാടനം നടത്തി തിരിച്ചു പോകാൻ കഴിയാവുന്ന എല്ലാ സൗകര്യങ്ങളും, പ്രധാനമായിട്ടും ചികിത്സയും കുടിവെള്ളവും ഒക്കെ കൃത്യമായി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഗമം. അത് ഒരു പുതിയ കാര്യമല്ല. വളരെ നേരത്തെ തന്നെ കേരളത്തിൽ ആരംഭിച്ച ഒന്നാണ്. അയ്യപ്പ ഭക്തരായ ആളുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപങ്ങൾക്കും ഇടപെടലുകൾക്കും പുറത്ത് അതിനാവശ്യമായിട്ടുള്ള വലിയ സഹായങ്ങൾ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ആ കാര്യത്തിൽ സഹായം നൽകാൻ തയ്യാറായിട്ടുണ്ട്. അത്തരമൊരു സാധ്യതയെ ആരായുകയാണ്. അയ്യപ്പ ഭക്തർക്ക് വളരെ സമാശ്വാസകരമായ രീതിയിൽ ഒരു കാഠിന്യവും അനുഭവിക്കാതെ, ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ എങ്ങനെ അവിടെ തീർത്ഥാടനം നടത്താം, അതിനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സർക്കാർ കാണുന്നത്. ദേവസ്വം ബോർഡ് ആ അർത്ഥം തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തതാണ്. ആ ചർച്ചയിൽ ദേവസ്വം കമ്മീഷണർ നേരിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അരുൺകുമാർ ഇവിടെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ചില ചോദ്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്ക് കൂടിയുള്ള മറുപടി ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ കേട്ടതാണ്. എനിക്ക് അതിൽ കൺവിൻസ്ഡ് ആണ്. എങ്ങനെയാണ് സംഗമം സംഘടിപ്പിക്കുന്നത്, എന്താണ് ഇതിൻ്റെ താല്പര്യം, എന്താണ് ഇതിന് ലക്ഷ്യം വെക്കുന്നത്, ഇതിന് എന്താണ് മറ്റ് തരത്തിലുള്ള യാതൊരു താല്പര്യങ്ങളുമില്ല. ഏതെങ്കിലും തരത്തിൽ യഥാർത്ഥ
അയ്യപ്പ ഭക്തർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദു ഐക്യവേദിക്കാർ രംഗത്ത് വരും. ആരാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തരെ നിർണ്ണയിക്കാൻ ഇവർക്ക് അവകാശം കൊടുത്തിരിക്കുന്നത്? അയ്യപ്പനിൽ വിശ്വാസമുള്ള ആളുകൾ, ബാബരിൽ വിശ്വാസമുള്ളവർ, ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ചരിത്രത്തിൽ ഏറ്റവും പുരാതനമായ ഒരു സെക്കുലർ മതേതരമായ മതനിരപേക്ഷമായ ഒരു കൾച്ചർ നിലനിൽക്കുന്ന ആരാധനാ കേന്ദ്രമാണ് ശബരിമല. ആ ശബരിമലയെ എല്ലാ കാലത്തും വർഗീയവൽക്കരിക്കാൻ, നിലക്കൽ സംഭവമൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ, എല്ലാ കാലത്തും വർഗീയവൽക്കരിക്കാനുള്ള ഓരോ അജണ്ടയുമായിട്ട് സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന ചരിത്രം മാത്രമാണ് ഹിന്ദുത്വ ശക്തികൾക്കുള്ളത്. അതുകൊണ്ട് ആ ഹിന്ദുത്വ ശക്തികൾ യഥാർത്ഥ അയ്യപ്പ ഭക്തർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അവർ ഭക്തർ എന്നത് വർഗീയവാദികൾ എന്ന രീതിയിലാണ് കാണുന്നത്. കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ, അയ്യപ്പ ഭക്തർ, അയ്യപ്പ ആരാധകർ വർഗീയവാദികളല്ല, അവരെല്ലാ മതത്തിലും പെട്ട വിശ്വാസികളാണ്. അവിടെ ചോദിച്ചത് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന് അയ്യപ്പ സംഗമം എന്ന് പേരിട്ടത് എന്തിനാണ്? ദേവസ്വം ബോർഡിന് മറ്റു ക്ഷേത്രങ്ങളും ഉണ്ടല്ലോ. അല്ല, ആ കാര്യത്തിൽ ശബരിമല ഒരു ആഗോള പ്രാധാന്യമുള്ള ആരാധനാലയമാണ്. ഇന്ന് മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ചരിത്രത്തിൽ മതനിരപേക്ഷവും അതിൻ്റേതായ ഒരു മിത്തിക്കലായിട്ടുള്ള ബിംബങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് അയ്യപ്പൻ, വാവർ എന്നൊക്കെ പറയുന്നത്. എന്താണ്, എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകൾക്കും ഒന്നിച്ചു കൂടാൻ അനുവാദം നൽകുന്ന വളരെ ഹാർദമായ മതമൈത്രിയുടെയൊക്കെ തന്നെ ഒരു സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന ആരാധനാ ചിഹ്നങ്ങളുള്ള ഒരു കേന്ദ്രമാണ് ശബരിമല. ആ ശബരിമലയെ വർഗീയവൽക്കരിച്ച് ഹിന്ദുക്കളുടേതാക്കണം. അപ്പോൾ ഹിന്ദുക്കൾ മാത്രമല്ല, എല്ലാ മതത്തിലും വിട്ട ആളുകൾക്ക് മതഭേദമില്ലാതെ ജാതിഭേദമില്ലാതെ പ്രവേശിക്കാൻ കഴിയുന്ന എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യത്തിൻ്റെ സനാതന ധർമ്മ സംഹിതകൾക്ക് ഒരു സ്ഥാനവുമില്ലാത്ത ആരാധനാലയമാണ് ശബരിമല. ആ അർത്ഥത്തിൽ തന്നെയാണ് അതിൻ്റെ ആഗോള പ്രസക്തി. ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും 10,000-കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും ഓരോ മാസവും അവിടത്തേക്ക് ഒഴുകിയെത്തുന്നത്. അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം അത് ഇന്നത്തെ ഒരു കാലത്ത് വളരെ പ്രധാനമാണ്. അവിടെ ഇത്തരത്തിൽ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട അയ്യപ്പരുടെ പരാതികളും അയ്യപ്പരുടെ നിർദ്ദേശങ്ങളും കേൾക്കാൻ വേണ്ടി ഒരു പരിപാടി അവിടെ സംഘടിപ്പിച്ചിരുന്നത്. ഈ പമ്പാ സംഗമം വളരെ പെട്ടെന്ന് അയ്യപ്പ സംഗമമായി മാറുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. അയ്യപ്പ ഭക്തരുടെ സംഘമാണ് പമ്പാ സംഘം എന്നുള്ള രീതിയിലും സംഘടിപ്പിച്ചത്. എന്താണ് ചരിത്രത്തിലും നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തിലും പമ്പയ്ക്കുള്ള പ്രാധാന്യം? അത് അയ്യപ്പ ക്ഷേത്രവും ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ്. അയ്യപ്പ സംഘമായാലും ഇത് പമ്പയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. ഇതിന് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിട്ട് അതിനൊരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് തോന്നത്തക്ക രീതിയിൽ മുന്നോട്ട് വന്നതുകൊണ്ടാണല്ലോ പ്രതിപക്ഷം ഇന്നതിനെ രാഷ്ട്രീയ കാപട്യം എന്ന് പറയുന്നത്. ഇത് പമ്പാ സംഗമം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവരാരും വിമർശിക്കില്ലല്ലോ. ഇവർ തന്നെ കഴിഞ്ഞ തവണ പങ്കെടുത്തിട്ടുണ്ട് ഈ പരിപാടികളിലെല്ലാം. കഴിഞ്ഞ തവണ പങ്കെടുത്തത് തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിനിധിയുണ്ട്, അതേപോലെ ആന്ധ്രയിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്, ഇവരൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇതിനൊരു ആഗോള അയ്യപ്പ സംഗമം എന്ന പേര് കൊടുത്തതിന് പിന്നിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അല്ല, ആ രാഷ്ട്രീയ ലക്ഷ്യം മറ്റൊന്നുമല്ല, വളരെ സെക്കുലറായ ഒരു സംസ്കാരത്തിൻ്റെയും ആരാധനയുടെയും ഒരു പ്രതിനിധാനമാണ് ശബരിമല. ആ അർത്ഥത്തിൽ ശബരിമലയെ ഇന്ത്യയുടെ തന്നെ കേരളത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടക കേന്ദ്രമാക്കി മാറ്റണം. അതിനൊരു ആഗോള പ്രാധാന്യമുണ്ട്. ആ ആഗോള പ്രാധാന്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ദേവസ്വം ബോർഡിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു അയ്യപ്പ സംഘം. പമ്പാ സംഗമമാണോ എന്നൊക്കെയുള്ള ടെക്നിക്കൽ പ്രശ്നം മാത്രമാണ്. ശരി, ആർ വി ബാബു, ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത്, സർക്കാർ പറയുന്നത്, ദേവസ്വം ബോർഡ് പറയുന്നത് ഇതൊരു ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൂടിയാലോചന മാത്രമാണ് എന്നാണ്. ആർ വി ബാബു അങ്ങടക്കമുള്ളവർ, ഞാൻ അല്പസമയം മുമ്പ് കുമ്മനത്തിൻ്റെ പ്രസ്താവന വായിക്കുമായിരുന്നു, ഇതൊരു പണപ്പിരിവിന് വേണ്ടിയിട്ടുള്ള വ്യവസായ സംഗമമാണ് എന്ന മട്ടിലാണ് ശ്രീ കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചിരിക്കുന്നത്. യഥാർത്ഥ ഭക്തരെ നിങ്ങൾ കൊണ്ടുവരുമെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ NSSും SNDPയും അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ, സമുദായ സംഘടനകൾ ഇപ്പോൾ ഈ ആഗോള സംഗമത്തിന് അനുകൂലമായി നിലപാടെടുത്തിട്ടുണ്ട്. അത് നല്ല നിലപാടാണ്, അത് നല്ല പരിപാടിയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. പ്രതിനിധി വിട്ടുകൊടുക്കുമെന്നാണ് NSS പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈന്ദവ സമുദായ സംഘടനകളുടെ പൂർണ്ണ പിന്തുണയുള്ള ആഗോള അയ്യപ്പ സംഗമത്തെ നിങ്ങൾ ഹിന്ദു ഐക്യവേദി ബഹിഷ്കരിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അഥവാ അങ്ങനെ ബഹിഷ്കരിക്കുന്നത് ശരിയാണോ? യഥാർത്ഥ ഭക്തരെന്ന് പറയുമ്പോൾ ഇവിടെ വരാൻ പോകുന്ന ഭക്തരെ നിങ്ങൾ യഥാർത്ഥ ഭക്തരല്ലെന്നാണോ പറയുന്നത്? ആർ വി ബാബു, നോക്കൂ, സർക്കാർ ഈ പരിപാടിയുമായിട്ട് ആദ്യം ഇപ്പോൾ ഇവിടെ പറയുന്നത് കുഞ്ഞിക്കണ്ണൻ്റെ പ്രസ്താവന അരുൺകുമാറിന് തന്നെ ഒരു സംശയം ഉണ്ടാക്കിയിട്ടില്ല. ഇത് ആരാ നടത്തുന്നതിനെ സംബന്ധിച്ച്, സർക്കാരാണോ ദേവസ്വം ബോർഡാണോ? ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ പറയുന്നത് ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ കീഴിലല്ലേ എന്നാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദേവസ്വം ബോർഡ് ഒരു ഓട്ടോണമസ് ബോഡിയാണെന്നാണ്.
അത് അതിൻ്റെ സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിൻ്റെ സ്വാധീനത്തിനും വഴങ്ങാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു ഘടകമാണ് ദേവസ്വം ബോർഡ്. അപ്പോൾ ശരിക്കും സർക്കാർ എന്താ ചെയ്യുന്നത്? ദേവസ്വം ബോർഡിനെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സംഗമം സർക്കാരാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അത് ഈ കാര്യം വേണമെങ്കിൽ കോടതിയിൽ പറയാമായിരുന്നു. കോടതിയിൽ അത് പറഞ്ഞില്ല, ദേവസ്വം ബോർഡാണ് സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഇടയിൽ തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഈ ആശയക്കുഴപ്പമാണ് കുറേ നാളുകളായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സർക്കാർ ഓരോ തവണയും തങ്ങൾ നിശ്ചയിച്ച കാര്യത്തിൽ നിന്ന് പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം വാസവൻ ഇത് അനൗൺസ് ചെയ്തു, പിന്നീട് ശക്തമായിട്ടത് സർക്കാരിന് എങ്ങനെയാണ് ഈ ഒരു മത പരിപാടി നടത്താൻ, മതവിശ്വാസികളെ സംഘടിപ്പിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം ഉയർന്നു വന്നപ്പോൾ പതുക്കെ അത് ദേവസ്വം ബോർഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ദേവസ്വം ബോർഡിന് യുവതി പ്രവേശന വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തപ്പോൾ ദേവസ്വം ബോർഡ് ആ നിലപാട് തിരുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനയായിട്ട് വന്നു. എന്തിന് എം വി ഗോവിന്ദൻ പോലും യുവതി പ്രവേശം കഴിഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞു. പക്ഷേ ഒപ്പം തന്നെ പിറ്റേ ദിവസം അദ്ദേഹം അത് അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് തിരുത്തി പറഞ്ഞു. ആകെ കൂടി ആശയക്കുഴപ്പമാണ് CPM-ന്. CPM വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഭരിക്കുന്ന കക്ഷി ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഇവിടെ യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ ആരാണ് എന്നുള്ള ചോദ്യമൊക്കെ ശ്രീ കുഞ്ഞിക്കണ്ണൻ ചോദിച്ചു. ഞങ്ങൾ പറയുന്നത് എല്ലാവരും അയ്യപ്പനെ വിശ്വസിക്കുന്നവരെല്ലാം അയ്യപ്പ വിശ്വാസികളാണ്. ഞങ്ങൾ പക്ഷേ ആർക്കും കാർഡ് കൊടുത്ത് അവരെ തരംതിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. 3 കോടി രൂപ തരുന്നവർക്ക് ഡയമണ്ട് കാർഡ്, 1 കോടി രൂപ തരുന്നവർക്ക് ഗോൾഡൻ കാർഡ്, 50 ലക്ഷം തരുന്നവർക്ക് സിൽവർ കാർഡ് എന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ച് അയ്യപ്പന്മാരെ വിഭജിക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അയ്യപ്പനിൽ വിശ്വാസമുള്ള യഥാർത്ഥ ഭക്തര്, ആ അയ്യപ്പ വിശ്വാസമുള്ളവരാണ് അന്ന് സമരം നടത്തിയത്. അയ്യപ്പനിലുള്ള വിശ്വാസം സംരക്ഷിച്ച് അവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ സമരം നടത്തിയത്. ആ സമരം നടത്തിയ ആളുകളെയാണ് വർഗീയവാദികൾ എന്ന് ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ വിളിക്കുന്നത്. അപ്പോൾ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന, അയ്യപ്പനിലെ ആ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പാലിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് സമരം ചെയ്ത ആളുകളൊക്കെ കുഞ്ഞിക്കണ്ണന്റെ ഭാഷയിൽ, CPM-ന്റെ ഭാഷയിൽ അവർ വർഗീയവാദികളാണ്. യഥാർത്ഥത്തിൽ ഇവർ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്നത് തികഞ്ഞ കാപട്യമാണ്, തികഞ്ഞ കാപട്യം. ആ കാപട്യം നമുക്ക് ഒട്ടനവധി സന്ദർഭങ്ങളിൽ നമുക്ക് വെളിവായിട്ടുണ്ട്. CPM-ന്റെ ഇതപര്യന്തമുള്ള വിശ്വാസികളോടുള്ള സമീപനം, പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളോടുള്ള സമീപനം ഞാൻ പറയാതെ അരുൺകുമാർ, ഞാൻ പറയേണ്ട കാര്യമില്ല. എനിക്ക് എണ്ണി ഓരോന്നും പറയാനുണ്ട്, എണ്ണി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് ഇന്നലത്തെ ചർച്ചയിലും മറ്റും ആവർത്തന വിരസത ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെയോ പറഞ്ഞു. മാസ്റ്റർ പ്ലാനിലൂടെ ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനാണ് അയ്യപ്പന്മാരുടെ സ്പോൺസർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു. കോടതി അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, കുഞ്ഞിക്കണ്ണൻ അറിയില്ലേ നമ്മുടെ കേരളത്തിന്റെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത ഒരു മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. 15 അല്ല 17 വർഷമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ആ 17 വർഷമായിട്ടുള്ള മാസ്റ്റർ പ്ലാനിന് എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള പദ്ധതികൾ ശബരിമലയിൽ നടക്കാതെ പോയത്? എന്തുകൊണ്ടാണ് സർക്കാരിന്റെ അനുവദിച്ച ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്ത പൈസ പോലും ചെലവാക്കാതെ കോടിക്കണക്കിന് രൂപ ലാപ്സായി പോയത്? കേന്ദ്ര സർക്കാർ സ്വപ്നദർശൻ പദ്ധതിയിൽ അനുവദിച്ച 100 കോടി രൂപ ലാപ്സായി പോയി, 80 കോടിയും ലാപ്സായി പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ അവിടെ പൈസയുടെ ഷോർട്ടേജ് ആയിരുന്നോ? സർക്കാരിന്റെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ എന്തെങ്കിലും ആത്മാർത്ഥത നാളിതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അയ്യപ്പ വിശ്വാസികളോട് ഇവർക്ക് പരമപുച്ഛമാണ്. നമുക്കറിയാം, അയ്യപ്പ വിശ്വാസത്തിലെ ഏറ്റവും, നമ്മളെയൊക്കെ അയ്യപ്പ വിശ്വാസികളെ ഏറ്റവും വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ട് അരുൺകുമാർ, അത് പറയാതെ പോകാൻ പറ്റില്ല. ശബരിമല ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായി സ്ത്രീകളടക്കമുള്ളവർ സമരം ചെയ്തു. ആ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അന്നത്തെ തന്ത്രി കണ്ഠരര് മഹേശ്വരരുടെ ഭാര്യ ദേവകി അന്തർജനം, 85 വയസ്സുള്ള ആ അമ്മ പമ്പയിലെത്തി ശബരിമല പന്തളം കൊട്ടാരത്തിന്റെ അവരുടെ ആ ആസ്ഥാനത്തിൽ എത്തിയപ്പോൾ, ശബരിമലയിലെ പന്തളത്തിന് ഒരു സ്ഥാനമുണ്ടല്ലോ, ആ ആസ്ഥാന മന്ദിരത്തിന് മുമ്പിൽ എത്തിയപ്പോൾ അവരെ നിഷ്കരുണം അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ തയ്യാറായ ഒരു സർക്കാരാണ് ഇവിടെ. തന്ത്രിയുടെ ഭാര്യ അറസ്റ്റ് ചെയ്തു, മുഖ്യതന്ത്രിയുടെ ഭാര്യ അറസ്റ്റ് ചെയ്തു, 85 വയസ്സുള്ള അമ്മയെ. എന്നിട്ട് ഞങ്ങൾ ശബരിമല വിശ്വാസികൾക്കൊപ്പമാണ്, അയ്യപ്പ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ ഇത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കേരളത്തിലെ, ഇന്ത്യയിലെ അയ്യപ്പ വിശ്വാസികൾ തയ്യാറാകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഞങ്ങളുടെ കൂടെയാണ് വിശ്വാസികളൊക്കെ എന്ന് എന്തർത്ഥത്തിലാണ് കുഞ്ഞിക്കണ്ണൻ പറയുന്നത്? കുഞ്ഞിക്കണ്ണ, കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൽ വിശ്വാസികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം പേര് ഹൈന്ദവ സംഘടനകളോടൊപ്പമാണ് എന്ന് ഞാൻ പറയുന്നു. ഞാൻ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു, തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്.
ചലഞ്ച് ഏറ്റെടുക്കാനുണ്ടോ കുഞ്ഞിക്കണ്ണൻ? ആ ചലഞ്ച് ഏറ്റെടുക്കാനുണ്ടോ? നിങ്ങളുടെ കൂടെയാണ് എന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ തെറ്റാണ് എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാം. അപ്പോൾ നിങ്ങൾ കുറെ തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികളൊക്കെ ഞങ്ങളുടെ കൂടെയാണ്, ഹിന്ദുക്കൾ ഞങ്ങളുടെ കൂടെയാണ്. അല്ല കുഞ്ഞിക്കണ്ണ, ഹിന്ദുക്കൾ കേരളത്തിലെ 40% ഹിന്ദുക്കൾ ഹൈന്ദവ സംഘടനകളുടെ കൂടെയാണ്. ആ 40% ഹിന്ദുക്കൾ അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പിന്തുണച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ ഭയപ്പെടുത്താൻ വരണ്ട. ഞങ്ങളെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കാൻ, അതായത് യഥാർത്ഥ ഭക്തന്മാർ വർഗീയവാദികളാണ് എന്നൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ തവണയും നിങ്ങൾ പരാജയപ്പെടുകയാണ്. നിങ്ങൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രതിരോധത്തിലാണ്. ശരി, അതിന് മറുപടി കോടതിയുടെ ഈ കഴിഞ്ഞ പരാമർശങ്ങൾ ഉൾപ്പെടെ നിങ്ങളെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, അപ്പോഴും എന്റെ ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇത് SNDPയും NSSനെയും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഹിന്ദു സമുദായത്തിലെ ഹിന്ദുമത വിഭാഗത്തിലെ രണ്ട് പ്രബല സമുദായ സംഘടനകൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. RV ബാബു, ഞാനത് പറയാം. അരുൺകുമാർ അത് പറയാം. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഹൈന്ദവ സംഘടനകൾ, ഒരു വ്യത്യസ്ത ഹൈന്ദവ സംഘടനകൾ, നമുക്കറിയാം പ്രക്ഷോഭത്തിന്റെ കാലത്ത് പോലും നവോത്ഥാന മുന്നണി എന്നുള്ളൊരു മുന്നണി ഉണ്ടാക്കി ഹൈന്ദവ സംഘടനകളെ പിളർക്കാനുള്ള ശ്രമം ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് വനിതാ മതിലുണ്ടായത്. അന്ന് SNDP അടക്കം അതിനോട് സഹകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ വനിതാ മതിലിനെ സഹകരിച്ചിരുന്നു. ഇന്നിപ്പോൾ SNDPയുടെ നിലപാടെന്താ? കൃത്യമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ യുവതീ പ്രവേശനം, അതിനെ ഈ സർക്കാർ നിലപാട് തിരുത്തിയല്ലോ എന്നാണ്. എന്ന് വെച്ചാൽ SNDPയുടെ നേതാവടക്കം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഈ സർക്കാരിന്റെ നിലപാട് തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന ധാരണ ഒരുപക്ഷെ സർക്കാരിന്റെ ആൾക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ആൾക്കാർ ഈ വെള്ളാപ്പള്ളി നടേശനെ അടക്കം, ബഹുമാനപ്പെട്ട യോഗം പ്രസിഡന്റിനെ അടക്കം, ജനറൽ സെക്രട്ടറിയെ അടക്കം ബോധിപ്പിച്ചിട്ടുണ്ടോ? അദ്ദേഹം തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടുണ്ടോ? അറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ പോയി കാണും. ഓക്കെ, പരാമർശത്തിൽ ഒരു ഭാഗത്തിൽ ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. ഈ താഴമൺ കുടുംബത്തിലെ തന്ത്രി കുടുംബത്തിലെ മുതിർന്ന അംഗമായ ദേവകി മഹേശ്വരൻ അന്തർജനത്തെ അറസ്റ്റ് ചെയ്തു, അവിടെ നിന്ന് നീക്കി എന്നുള്ളത് ശരിയാണ്. ജയിലിൽ അടച്ചിട്ടില്ല, പകരം അവിടെ നിന്ന് നീക്കുകയാണ് ചെയ്തത് അന്ന് സമരത്തിന്റെ സമയത്ത്. ജയിലിലടക്കാൻ ശ്രമിച്ചു എന്നാ പറഞ്ഞത്. ക്ലാരിറ്റി വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ശരിയാണ്, ആ സമയത്ത് അവിടെ പ്രതിഷേധിച്ചിരുന്ന രണ്ടുപേരെ, എനിക്കൊന്നു മല്ലിക അന്തർജനും നമ്പൂതിരിയും ഉണ്ടെന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. നമ്മളത് തത്സമയം വിഷ്വൽസ് ഉണ്ട് അതിൻ്റെ. സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ പ്രതിപക്ഷം ഇതിനെ വിമർശിക്കുന്നത്, ഞങ്ങൾ ഇതിനോട് ബഹിഷ്കരണമൊന്നും പ്രഖ്യാപിക്കുന്നില്ല, പക്ഷേ ചില വ്യക്തത വരേണ്ടതുണ്ട് ചില കാര്യങ്ങളിൽ. അതിൽ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശന സമയത്തെടുത്തിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ വ്യക്തത വരണം. നവോത്ഥാന സമിതി പിരിച്ചുവിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണം. ഇതൊരു രാഷ്ട്രീയ കാപട്യമല്ല എന്ന് തിരിച്ചറിയണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ സുവർണാവസരമായി പ്രതിപക്ഷം ഉപയോഗിക്കുകയാണ് എന്ന മട്ടിലാണ് ഇടതുപക്ഷത്തിൻ്റെയും സർക്കാരിൻ്റെയും പ്രതികരണം. സർക്കാർ പറയുന്നു ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയ താല്പര്യമൊന്നുമില്ല. ദേവസ്വം ബോർഡ് പറയുന്നു അയ്യപ്പ ഭക്തരെ വെർച്വൽ ക്യൂവിലൂടെ തിരഞ്ഞെടുത്ത് ലോഗിൻ ചെയ്ത് അനുവദിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഒപ്പം അവിടുത്തെ സുരക്ഷിത ദർശനത്തിനുമുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക മാത്രമാണ്. ഇത്തരമൊരു പരിപാടിയെ പ്രതിപക്ഷം പിന്തുണയ്ക്കേണ്ടതല്ലേ സണ്ണിക്കുട്ടി എബ്രഹാം? അരുണേ, ഇപ്പം ഈ പമ്പയിൽ ഇങ്ങനൊരു വിശ്വാസി സംഘം അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് ശബരിമലയുടെ എന്ത് വികസനമാണ് ഈ ഗവൺമെൻറ് നേടാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അതെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പം രൂപവൽക്കരിച്ചാണ് അല്ലെങ്കിൽ തയ്യാറാക്കിയതാണ്. അന്ന് കേന്ദ്രത്തിൽ നിന്ന് വനഭൂമി ശബരിമലയുടെ വികസനത്തിന് വേണ്ടി നിലയ്ക്കൽ ലഭിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു ആഗോള സംഗമം പമ്പയിൽ നടത്തിയിട്ട് വേണോ ശബരിമലയുടെ വികസനം നടപ്പാക്കേണ്ടെന്ന കാര്യത്തിൽ ഒരു വലിയ സംശയമുള്ള കാര്യമാണ്. ഇപ്പോൾ പ്രതിപക്ഷം ചില ഉപാധികൾ വെച്ചു എന്ന് അരുൺ പറഞ്ഞു. അങ്ങനെയാണ് അവരുടെ പത്രസമ്മേളനം, സതീശൻ്റെ പത്രസമ്മേളനം അങ്ങനെയാണ് കേട്ടത്. ഇന്നെന്താണ് കോടതി പറഞ്ഞത്? കോടതി അത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് സ്പോൺസർഷിപ്പ് വഴി, താങ്കൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ വിശദാംശങ്ങൾ, സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു, ഇത് എങ്ങനെയാണ് നടത്താൻ പോകുന്നതെന്ന് ഒരു വ്യക്തതയില്ല എന്ന് പറയുന്നു. മറ്റു ക്ഷേത്രങ്ങളുണ്ട്, എന്തിനാണ് ശബരിമലയ്ക്ക് മാത്രം ഈ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകത എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ അരുൺ ചൂണ്ടിക്കാണിക്കാത്ത ഒരു കാര്യം, എന്തിനത് പമ്പയിൽ നടത്തണമെന്ന് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ഹൈക്കോടതിക്ക് ഇതുവരെ കൃത്യമായിട്ട് ഹൈക്കോടതി ശബരിമലയിലെ സംഭവവികാസങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. അവിടെ ഹൈക്കോടതിക്ക് ഒരു സേ ഉണ്ട്. അപ്പോൾ ഹൈക്കോടതി ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രതിപക്ഷം മാത്രമല്ല
ഹൈക്കോടതിക്ക് പോലും വലിയ സംശയങ്ങളുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ കുടിവെള്ളം, അവിടെ ആശുപത്രി, ചികിത്സാ സൗകര്യങ്ങൾ, ഇതൊക്കെ വേണം. അതിനെന്തിനാ ഒരു അയ്യപ്പ സംഗമം നടത്തിയിട്ട് എന്ത് നേടാനാ? ഇവിടെ ഈ ലോക മലയാള സംഘം എന്തോ ഒരു ലോക മലയാളി സഭ എന്നൊക്കെ പറഞ്ഞ് നടത്തിയല്ലോ, കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട്. എന്ത് പ്രയോജനം? 5 പൈസയുടെ പ്രയോജനം ഈ ഗവൺമെൻറ്റിനോ കേരളത്തിനോ ഉണ്ടായിട്ടുണ്ടോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ. നമ്മൾ ഇത് പറയുമ്പോഴേ, ഇന്നലെയൊക്കെ ഈ വിഷയങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തതാണ്. 2018 സെപ്റ്റംബർ 28-നാണല്ലോ ഇത് വിധി വരുന്നത്. അതിനുശേഷം ഈ ഗവൺമെൻറ് എടുത്ത നിലപാടുകൾ നമ്മളൊന്ന് പുറകോട്ട് മാറി ചിന്തിക്കേണ്ടതല്ലേ? പിറ്റേ ദിവസം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? പമ്പയിൽ ഞങ്ങൾ ഇനി സ്ത്രീകളെ തടയുകയില്ല. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, ഇവിടെ ദർശനത്തിന് വരുന്ന സ്ത്രീകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കും. മൂന്നാമത്തെ ദിവസം പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? ദർശനം ആഗ്രഹിച്ചു വരുന്ന സ്ത്രീകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ശബരിമലയിൽ ഒരുക്കി കൊടുക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയ ഒരു ഗവൺമെൻറ്റാണ്. പിന്നീട് ഒക്ടോബർ 19 ഒരു സംഘം സ്ത്രീകളെ പോലീസിൻ്റെ ഹെൽമറ്റും ഒക്കെ ധരിപ്പിച്ച് ചുറ്റും പോലീസ് നിന്നിട്ട് ശബരിമലയിലേക്ക് കടത്താൻ ശ്രമിച്ചു. അന്ന് എന്താണ് തന്ത്രി കണ്ഠരര് രാജീവർ പറഞ്ഞത്? ഇത് നടക്കുകയാണെങ്കിൽ, ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ ക്ഷേത്രം പൂട്ടിയിടാൻ നിർബന്ധിതനാകുമെന്ന് പറഞ്ഞു. അങ്ങനെ എത്ര സംഭവവികാസങ്ങൾ. പിണറായി വിജയൻ ഒരിക്കൽ പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു: 10 വോട്ടിനും 2 സീറ്റിനും വേണ്ടി ഞങ്ങളുടെ നിലപാടുകളൊന്നും പിൻവലിക്കില്ലെന്ന്. ഈ പഴയ നിലപാട് 2018-ലും 19-ലുമൊക്കെ ഈ ഗവൺമെൻറ് എടുത്തിരുന്ന നിലപാടിൽ നിന്ന് CPM അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റോ പിന്നോട്ട് പോയോ? ആദ്യം കേരളത്തിലെ ജനങ്ങളോട് അത് പറ. ഇന്നലെ MP ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞത്? ഇത് അടഞ്ഞ അധ്യായമാണെന്ന്. യുവതികളുടെ പ്രവേശനം. ഇന്നിപ്പോൾ എന്താ പറയുന്നത്? യുവതികളുടെ പ്രവേശനം അടഞ്ഞ അധ്യായമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അരുണെ, സുപ്രീം കോടതി വിധി ഇപ്പോഴും നിലവിൽ നിൽക്കുകയാണ്. അവിടെ സ്ത്രീകൾ വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ കോടതി വിധി നിലവിൽ നിൽക്കുമ്പോൾ 2018-ലും 19-ലും ഈ ഗവൺമെൻറ്, പിണറായി സർക്കാർ ശബരിമല വിശ്വാസികളോട്, അയ്യപ്പ ഭക്തന്മാരോട് ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഈ സംഗമം നടക്കാതിരിക്കുക ചെയ്യട്ടെ. ഇവരുടെ ലക്ഷ്യം രാഷ്ട്രീയമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമില്ലാത്തത്? കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലൊക്കെ അവരത് അനുഭവിച്ചതാണ്. BJPയിലേക്ക് ധാരാളം ഹൈന്ദവ വോട്ടുകൾ ഒഴുകിപ്പോകുന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അയ്യപ്പ അല്ലെ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഈ ഉഡായിപ്പുമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം, ഇക്കാര്യത്തിൽ ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ നിലപാട് എന്താണെന്ന് പറയണം. ഈ നവോത്ഥാന സമിതി ഒന്നും പിരിച്ചുവിട്ടിട്ടില്ലല്ലോ. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സത്യം പറഞ്ഞ അരുണേ, ഈ കഴിഞ്ഞ 2018-19-ലെ ഈ സംഭവ വികാസങ്ങളുടെ പിന്നിലെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് പിണറായി വിജയന് കേരളത്തിലെ നവോത്ഥാന നായകരുടെ നിരയിലേക്ക് സ്വയം കയറി നിൽക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ പരിണിത ഫലമാണ് ശബരിമലയോട്. ഇപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അരുണ, ഇത് വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ശബരിമലയിൽ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളില്ല. അവിടെ കുഴപ്പം കൂടാതെ മണ്ഡലകാലത്താണെങ്കിലും മകരവിളക്കിനാണെങ്കിലും അവിടെ തീർത്ഥാടകർ വരുന്നു, ദർശനം കഴിഞ്ഞ് പോകുന്നുണ്ട്. എന്തിനാണ് ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഈ ഒരു പുതിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്? ശബരിമലയെ വീണ്ടും നിങ്ങൾ ഒരു കലാപത്തിൻ്റെ ഒരു കേന്ദ്ര കാരണമാക്കി മാറ്റുക, അല്ലാതെ ശബരിമല കലാപ സ്ഥലമാക്കുന്നതല്ല. അതിനോടൊരു കാരണമാക്കി മാറ്റുന്ന ഈ ബുദ്ധിശൂന്യത എന്തിനാണ് ഒരു ഗവൺമെന്റിന്റെ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കാൻ? രാഷ്ട്രീയ നയമെന്ന് പ്രതിപക്ഷ വിമർശനമുണ്ട്. നമുക്ക് കാണാം, മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് നടത്തിയ പൗരത്വ വിഷയമാണെങ്കിലും ശരി, പലസ്തീൻ ഐക്യദാർഢ്യ റാലി ആണെങ്കിലും ശരി, മുത്തലാഖിനെതിരെയായിട്ടുള്ള വലിയ റാലികളാണെങ്കിലും ശരി. അപ്പോൾ ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നതിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ കാണുന്ന ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഭൂരിപക്ഷ വർഗീയതയോട് അല്ലെങ്കിൽ ഭൂരിപക്ഷ രാഷ്ട്രീയത്തോട്, ഭൂരിപക്ഷ സമുദായത്തോട്, അവരുടെ വോട്ട് ബാങ്കിനെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന നീക്കം ആ അർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി വേണം ഇതിനെ വ്യാഖ്യാനിക്കാൻ. നിലവിൽ പമ്പാ സംഗമം എന്ന് പറഞ്ഞ് 2018 വരെ നടത്തിയിരുന്ന ഒരു പരിപാടി ഇക്കുറിയും നടത്തിയിരുന്നെങ്കിൽ ആർക്കും അതിൽ വിമർശനം ഉണ്ടാവില്ല. സംശയം ഉണ്ടാവില്ല. അല്ല, ഞാനത് അത് തന്നെ പറഞ്ഞു. അതാണ് ലക്ഷ്യമെന്ന് നമുക്കറിയാമല്ലോ. കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവും. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ എന്താ പറഞ്ഞത്? ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിന് മുഴുവൻ മാതൃകയായ
ഒരു ആരാധനാ കേന്ദ്രമാണെന്ന് പിണറായി വിജയൻ പറയുക. 18-ലും 19-ലും എന്താ പറഞ്ഞത്? പ്രാകൃതമായ ആചാരങ്ങൾ, പ്രാകൃതമായ വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ അത് നമുക്ക് മാറ്റണം. ശബരിമലയിൽ ലിംഗനീതി, ലിംഗസമത്വം കൊണ്ടുവരണം. എന്നിട്ട് ഇവിടെ നവോത്ഥാനം, പുതിയ നവോത്ഥാനത്തിൻ്റെ പുതിയ ഘട്ടത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകണം. അതിനാണല്ലോ നവോത്ഥാന സമിതിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ അരുണെ വളരെ വ്യക്തമല്ലേ? നമുക്ക് ഇതിനകത്ത് തർക്കിച്ചിട്ടോ സംശയിച്ചിട്ടോ ഇതിൻ്റെ ലക്ഷ്യം എന്താ? ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ 2026 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും സ്വന്തം പെട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വളരെ ബോധപൂർവ്വം ഈ വാസവൻ സ്വാമികളും എല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഉടായിപ്പ് തട്ടിപ്പാണത്. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. അത് അല്ലെങ്കിൽ ഇതുവഴി പിന്നെ ഇതുവഴി ശബരിമലയെ നന്നാക്കി കളയാമെന്നോ മറ്റോ ഉള്ള എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരെ, ശബരിമല വിശ്വാസികൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയം. ശ്രീ KPMSൽ നിന്നും സംസ്ഥാന പ്രസിഡന്റ് എൽ രമേശൻ കൂടിയുണ്ട്. ശ്രീ എൽ രമേശൻ, KPMS ഇതിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. പക്ഷേ എന്നാൽ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസിലെ സർക്കാരിൻ്റെ നിലപാട് അത് ഇപ്പോൾ ദുർബലമാകുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങുന്നു. നിങ്ങളതിനെ എങ്ങനെയാണ് കാണുന്നത്? ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണയാണോ ശ്രീ രമേശൻ നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്? ഈ ആഗോള അയ്യപ്പ സംഗമം ഇപ്പോൾ NSSും SNDP ഒക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും KPMSൻ്റെ അംഗങ്ങളെല്ലാം തന്നെ ഹിന്ദു വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പ സംഗമത്തിന് KPMSൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്. പക്ഷേ ഒരു പുരോഗമന സർക്കാർ 2018 ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയത്തിൽ KPMS ഈ നവോത്ഥാന സമിതി രൂപീകരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ നവോത്ഥാന സമിതി ഇപ്പോഴും നിലവിലുണ്ട്, അത് പിരിച്ചൊന്നും വിട്ടിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് വെള്ളയപ്പള്ളി നടേശനാണ്. രാമഭദ്രനാണ് അതിൻ്റെ ജനറൽ കൺവീനർ. അപ്പോൾ അന്ന് എടുത്ത തീരുമാനത്തിൽ നിന്ന് സർക്കാർ പുറകോട്ട് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം കോടതിയുടെ ഒരു വിധിയാണ്. പക്ഷേ ശ്രീ രമേശൻ, നവോത്ഥാന സമിതിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവനകളൊന്നും നവോത്ഥാനത്തിന് ഉതകുന്നതല്ല കേട്ടോ. അല്ല, അത് ശരിയാണ്. പല പ്രാവശ്യവും അദ്ദേഹം ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞും അല്ലാതെയൊക്കെ നിന്നിട്ടുണ്ട്. അന്ന് നവോത്ഥാന സമിതിയെ ശക്തമായി എതിർത്ത് ശബരിമല സ്ത്രീ പ്രവേശനത്തെ ശക്തമായി എതിർത്തുന്ന പ്രസ്ഥാനമാണ് NSS. ഇന്ന് ആ NSS ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പൂർണ്ണ പിന്തുണയാണ് സർക്കാരിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരും അതിൽ നിന്നെല്ലാം മാറിയെന്ന് നമ്മൾ ചിന്തിക്കണം. അല്ല, സ്ത്രീ പ്രവേശനത്തിന് പൂർണ്ണ പിന്തുണയൊന്നും കൊടുത്തിട്ടില്ല. പൂർണ്ണ പിന്തുണയാണ് അത് കൊടുത്തിരിക്കുന്നത്. NSS പിന്തുണ സ്ത്രീ പ്രവേശന വിഷയത്തിൽ NSSന്റെ പിന്തുണയില്ല. ആഗോള അയ്യപ്പ സംഗമത്തിൽ മാത്രമേ പിന്തുണയുള്ളൂ. ക്ലാരിഫൈ ചെയ്യണം. അല്ല, ഞാൻ ഉണ്ടോ? അല്ല, ഞാൻ സ്ത്രീ പ്രവേശനത്തിന് പിന്തുണ കൊടുത്തെന്നല്ല സൂചിപ്പിച്ചത്. അന്ന് എതിർത്തുന്ന NSS ആഗോള സംഗമത്തിന് പറഞ്ഞത് പൂർണ്ണ പിന്തുണയാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത് NSS. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു പുരോഗമന സർക്കാർ ഒരു കാരണവശാലും ഈ അന്നെടുത്ത കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പുറകോട്ട് പോകില്ലെന്നാണ്. ഇന്നലെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പരാമർശം വന്നിട്ടുണ്ട്. പക്ഷേ അത് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്, സർക്കാർ മറുപടി പറയണം എന്നൊരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ സ്ത്രീ പ്രവേശനം പുരോഗമന സർക്കാർ നടപ്പിലാക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതാണ് നവോത്ഥാന പോരാട്ടമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് നടപ്പിലാക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ശ്രീ KT കുഞ്ഞിക്കണ്ണനിലേക്ക് ഒന്ന് തിരിച്ചെത്തി. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, സണ്ണിക്കുട്ടി എബ്രഹാം പറയുന്നത് പോലെ ഇത് ഭൂരിപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉഡായിപ്പ് പരിപാടി മാത്രമാണ് എന്ന് അയ്യപ്പ വിശ്വാസികൾക്കും ഹൈന്ദവ സമുദായ സംഘടനകൾക്കും ഒക്കെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ?
പമ്പാ സംഗമം എന്ന പേരിൽ നടന്നുകൊണ്ടിരുന്ന ഒരു പരിപാടി അതേ രീതിയിൽ ദേവസ്വം ബോർഡ് നടത്തിയിരുന്നെങ്കിൽ ആർക്കും വിമർശനം ഉണ്ടാവില്ല. വളരെ പെട്ടെന്ന് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു വർഷമായി എന്നൊക്കെ വി എൻ വാസവൻ പറയുന്നുണ്ടെങ്കിൽ പോലും ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ വലിയ രീതിയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഒക്കെയുള്ള അയ്യപ്പ ഭക്തരെ വിളിച്ചുകൂട്ടി എന്തു വികസന പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് സാധാരണക്കാർക്ക് ബോധ്യമാവുന്നില്ല എന്നാണ് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറയുന്നത്, ശ്രീ ആർ വി ബാബു പറയുന്നത്. ഒരു പരിധിവരെ നമുക്കും ചോദിക്കാനുള്ളത് അങ്ങനെയാണ്. അയ്യപ്പ ഭക്തർ വന്നിട്ടാണോ ഇവിടുത്തെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക? യഥാർത്ഥത്തിൽ അത് നടപ്പിലാക്കേണ്ടത് വളരെ പ്രൊഫഷണൽ ആയിട്ടല്ലേ? അതിലിപ്പോൾ ശബരിമല ഉദാഹരണത്തിന് ആറന്മുളയിലെ വിമാനത്താവളത്തിലെ കാര്യത്തിൽ അയ്യപ്പ ഭക്തർക്ക് എന്ത് ചെയ്യാനുള്ളത്? അവിടെ വാഹനങ്ങൾ വരുന്നതും അല്ലെങ്കിൽ വിമാന സർവീസുകൾ വരുന്നതുമായ കാര്യത്തിൽ നമുക്കൊരു അഭിപ്രായം ഉണ്ടാവാം. അത് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വരും, ഏതൊക്കെ രീതിയിൽ ക്രമീകരിക്കണം, അതിനൊക്കെ ഒരു അഭിപ്രായം പിന്നീടാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നതിൻ്റെ കാര്യത്തിൽ, റെയിൽവേ ലൈൻ കൊണ്ടുവരുന്നതിൻ്റെ കാര്യത്തിൽ ഈ 3000 പേരടങ്ങുന്ന അയ്യപ്പ ഭക്തർ വിചാരിച്ചാൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റൂ? അപ്പോൾ മാറ്റം വരുത്താൻ പറ്റാത്തൊരു കാര്യത്തെക്കുറിച്ച് ഒരു സംഗമം ഉണ്ടാവുന്നു എന്ന് പറയുന്നതൊരു ഉഡായിപ്പ് പരിപാടിയാണെന്നാണ് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറയുന്നത്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. അരുണെ, എനിക്ക് സമയം തരണം. ഈ സണ്ണിക്കുട്ടി എബ്രാഹിമിനെയും ആർ വി ബാബുവിനെയും ഒന്നിച്ചു വിളിക്കേണ്ടിയിരുന്നില്ല. രണ്ടുപേരും ഹിന്ദു ഐക്യവേദിയുടെ നിലപാടാണ് ഇവിടെ പറഞ്ഞത്. സണ്ണിക്കുട്ടി എബ്രാഹിം ഓർമ്മിക്കണം, അയാൾ സ്വതന്ത്ര നിരീക്ഷകനായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയതും സുപ്രീം കോടതിയുടെ ചരിത്രവിധി ഉണ്ടാക്കിയെടുത്തതും ആരാണ്? CPM പോളിറ്റ് ബ്യൂറോ അല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല, RSSുമായി ബന്ധപ്പെട്ട BJPയുമായി ബന്ധപ്പെട്ട അഭിഭാഷകന്മാരാണ്. അവരെന്തിനു കോടതിയിൽ പോയി? ഇന്ത്യ ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യമാണ്. ഭരണഘടനയെ സംബന്ധിച്ച അവസാന അഭിപ്രായം പറയേണ്ടത് നമ്മുടെ പരമോന്നത കോടതിയാണ്. ഇല്ല, ഇടപെടാൻ സമ്മതിക്കില്ല. ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ എന്ത് വൃത്തികേടാ പറഞ്ഞു ഉടായിപ്പെന്നൊക്കെ എനിക്ക് പറയണ്ടേ? നിങ്ങളെപ്പോലെ ഒരാളെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ താങ്കളെ പോലെ ഒരാളെ ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ പറയട്ടെ, ചൂടാവും. താങ്കളെ പോലുള്ള ആളുകൾ RSSന് കുടപിടിക്കരുത്. അത് മോശമാണ്. സണ്ണിക്കുട്ടി എബ്രഹാം, നിങ്ങൾ സ്വതന്ത്ര നിരീക്ഷകരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ പറയട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉള്ള സമയത്ത് പറഞ്ഞു ഇതിനിടെ ഇടപെടേണ്ട. ഞാൻ എൻ്റെ സമയമാണിത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഈ രാജ്യത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിധി ഉണ്ടായിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്നാണ്. രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും ഒരുപോലെ സുപ്രീം കോടതിയുടെ ഭരണഘടനയുടെ സുപ്രീം കസ്റ്റോഡിയനായ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി അനുസരിച്ച് പ്രവർത്തിക്കാൻ നിയമം മൂലം തെരഞ്ഞെടുക്കപ്പെട്ട് നിയമം മൂലം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. മറന്നു പോകരുത് സണ്ണിക്കുട്ടി. നിങ്ങൾ ഈ ആർ വി ബാബുവിന്റെ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് ഇവിടെ പയറ്റരുത്. നിങ്ങൾക്ക് UDFന് വേണ്ടി ഇങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയം പറയേണ്ടി വന്ന ഗതികേടിന് ഞാൻ ലജ്ജിക്കുകയാണ്. താങ്കളെപ്പോലുള്ള ഒരാൾ, VD സതീശൻ അത് പറയട്ടെ, താങ്കളെപ്പോലുള്ള ഒരാൾ അത് ചെയ്യരുത്. ഇവിടെ ഈ വിധി ഉണ്ടാക്കിയെടുത്തത് RSSകാരാണ്. ആ വിധി ഉണ്ടാക്കിയതിന് ശേഷം എന്താണ് അത് സുവർണാവസരമാക്കി. ആ സുവർണാവസരത്തിന്റെ പങ്ക് പറ്റാൻ ഇവിടുത്തെ UDFകാർ പോയി. ആ UDFകാർ ഇപ്പോഴെന്താണ് മറ്റൊരു കോണ്ടസ്റ്റിലാണ് ഈ അയ്യപ്പ സംഗമം നടക്കുന്നത്. അതിന്റെ നാമത്തെ സംബന്ധിച്ച്, അതിന്റെ ശീർഷകത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം. അത് നിങ്ങൾക്ക് ഉന്നയിക്കാം, അത് വേറെ മറ്റൊരു പ്രശ്നമാണ്. ഇതൊറ്റ കാര്യം മാത്രമാണ്. ശബരിമലയിൽ അതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദക്ഷിണേന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ട്. ആരും അറിയാത്ത കാര്യമല്ലല്ലോ. ഈ ഇത്തരം പമ്പാ സംഗമത്തിലും അയ്യപ്പ ഭക്തരുടെ ഇത്തരം കൂട്ടായ്മകളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സഹായങ്ങൾ, നിക്ഷേപങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ അത്തരം സംഗമങ്ങൾ വഴി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, അതിൻ്റെ ഒരു വിപുലമായ ഒരു കൂടിച്ചേരലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ആ ചർച്ച രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ UDF എന്താണ് ഇതിൻ്റെ കൂടെ വരാത്ത എന്താണ്, അവർക്ക് വലിയ പരിഭ്രാന്തിയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2 ടേം ഭരിച്ചു. 3ാം ടേം 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിണറായി വിജയൻ വരാൻ അധികാരമുണ്ട്. അവർ വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി എന്താണ്? കേരള സമൂഹത്തിൽ രാഷ്ട്രീയത്തിലെ ധാർമ്മികത, നൈതികതയൊക്കെ സൂക്ഷിക്കുന്ന ഒരാൾക്ക് പോലും പിന്തുണക്കാൻ കഴിയാത്ത തരത്തിലുള്ള അപജയത്തിൻ്റെ ചളിക്കുണ്ടിലാണ്, അതിൻ്റെ അഴുക്കുചാലിലാണ് UDF എത്തപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മുന്നണിക്ക് എന്താണ് ഇവിടെ ഹിന്ദു ആരാണ്? ആർ വി ബാബുവിന് ആരാണ് ഈ അവകാശം കൊടുത്തത് അറിയുമോ? NSSും SNDPയും രൂപം കൊണ്ടത് ഹിന്ദു എന്ന് നിങ്ങൾ പറയുന്ന ബ്രാഹ്മണ മതത്തിലെ ജാതി വ്യവസ്ഥക്കെതിരായിട്ടാണ്. അതിൻ്റെ അനീതികരമായ ബ്രാഹ്മണ്യത്തിൻ്റെ നീതികേടുകൾക്കെതിരായിട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ NSS ഈ മന്നത്ത് പത്മനാഭൻ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥ മാത്രം വായിച്ചാൽ മതി. അദ്ദേഹത്തെ NSSലേക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടിലൊക്കെ പല മാറ്റവും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അദ്ദേഹം എഴുതിയ ആത്മകഥ എന്താണ് പറഞ്ഞത്? ബ്രാഹ്മണ്യം സ്വന്തം പിതാവിനെ
പിതാവെന്ന് വിളിക്കാൻ പോലും അനുവാദം കൊടുക്കാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ നികൃഷ്ടത, അതിൻ്റെ വൃത്തികേട്, അതിൻ്റെ ജീർണത, അതൊക്കെ ചൂണ്ടിക്കാണിച്ച മനുഷ്യരാണ് മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരുവിനെ കൊണ്ട് ഡോക്ടർ പൽപ്പു SNDP യോഗം പോലുള്ളൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് ബ്രാഹ്മണ്യം കൽപ്പിച്ച അനീതികരമായ അയിത്തത്തിന്, അസ്പൃശ്യതക്ക് അതുണ്ടാക്കിയ പാവപ്പെട്ട ഹിന്ദു മതത്തിൽപ്പെട്ട ദളിതർക്കോ പിന്നോക്കക്കാർക്കോ ക്ഷേത്രത്തിലോ പൊതുവഴികളിലോ ഇവിടെയോ നടക്കാനോ പോകാനോ കഴിയാത്ത ഒരു നിർഗതിയിൽ നിന്നാണ് വിവേകാനന്ദ സ്വാമികളുടെ ഉപദേശം കേട്ട് ഇവിടെ വന്നിട്ട് SNDP ഉണ്ടാക്കിയത്. ആ SNDPയും NSSും ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ കേരളത്തിൽ രൂപം കൊണ്ടത് ബ്രാഹ്മണ്യ അധികാരത്തിൻ്റെ ഉച്ചനീചത്വങ്ങളെ എതിർക്കുക എന്ന നവോത്ഥാനപരമായ ഒരു ധർമ്മം ഏറ്റെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് മിസ്റ്റർ RV ബാബു, താങ്കൾ ഹിന്ദു സംഘടന, ഹൈന്ദവ സംഘടന എന്നൊക്കെ അവകാശപ്പെടുന്നവരാരുമില്ല. 0 ആളുകളുണ്ടോ ഈ കേരളം എന്ന് പറയുന്നത്? ഒരു അല്പസമയം കൂടി നമുക്കിപ്പം RV ബാബു ഉണ്ടാവും. അതുകൊണ്ടാണ് ശ്രീ RV ബാബു മറുപടി. അല്ല, കുഞ്ഞിക്കണ്ണൻ ഈ സ്ഥലകാലഭ്രമം ബാധിച്ച ഒരവസ്ഥയിലാണ്, സ്ഥലജലഭ്രമം ബാധിച്ച ഒരവസ്ഥയിലാണ്. അദ്ദേഹത്തിന് എന്ത് പറയണം? കാരണം ഈ ചർച്ചയിൽ തന്നെ വേറൊരാള് സമാനമായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇതിനെ എതിർത്ത് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ആളൊക്കെ ഹിന്ദു ഐക്യവേദിയുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അങ്ങേയറ്റം താഴ്ന്ന ഒരവസ്ഥയിലെത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ അതിനൊന്നും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബ്രാഹ്മണ്യമാണ് ഹിന്ദുമതം എന്ന് പറയുക. ആ ബ്രാഹ്മണ്യത്തിനെതിരായിട്ട് ഹിന്ദുമതത്തിൽ നിന്നും വേറിട്ട് പോയോ നാരായണ ഗുരുദേവൻ? താൻ ഹിന്ദു മതം അല്ല, ഹിന്ദുമതാനുയായി അല്ല എന്ന് പറഞ്ഞോ മന്നത്ത് പത്മനാഭൻ? ഹിന്ദുമതം വിശ്വാസം ഉപേക്ഷിച്ചോ അയ്യങ്കാളി? അവരെല്ലാം ഹിന്ദുക്കളായിട്ടല്ലേ ജീവിച്ചത്? അവരെല്ലാം ഹിന്ദു ധർമ്മത്തിൽ ഊന്നിക്കൊണ്ടല്ലേ ജീവിച്ചത്? എനിക്കൊരു മതവുമില്ല എന്ന് പറഞ്ഞ് എല്ലാ മതങ്ങളിൽ നിന്നും അദ്ദേഹം പൂർണ്ണമായിട്ടും മടങ്ങിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരു. ഞാൻ 927 പള്ളാത്തുരുത്തി പ്രസംഗം അരുൺകുമാർ ഒന്ന് വായിക്കണം കേട്ടോ. പള്ളാത്തുരുത്തി പ്രസംഗം 927 നാരായണ ഗുരുദേവൻ ഏറ്റവും അവസാനം നടത്തിയ പ്രസംഗമോ സന്ദേശമോ ആണത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? സനാതനധർമ്മം തന്നെയാണ് ഞാൻ പറയുന്ന ഒരു മതം ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത് സനാതനധർമ്മമാണ്. സനാതനധർമ്മത്തിൽ ഉൾപ്പെടുന്നവരെ ഒരൊറ്റ സംഘടനയായി രൂപീകരിക്കണം എന്ന് പറഞ്ഞത് നാരായണ ഗുരുദേവനാണ് ആ പ്രസംഗത്തിൽ. അപ്പോൾ ഒന്ന് വായിക്കണം. എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. കാരണം മതം മാറ്റത്തിനെതിരായി ശക്തമായി നിലകൊണ്ടയാളാണ് നാരായണ ഗുരുദേവൻ, കുമാരനാശാൻ, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി. അവരെല്ലാം ഹിന്ദുക്കളായിട്ടാണ് ജീവിച്ചത്. ഹിന്ദുമതത്തിനകത്തുള്ള ഉച്ചനീചത്വങ്ങളെയും ജാതി വ്യവസ്ഥകളെയും ജാതീയമായ തൊട്ടുകൂടായ്മയും ഒക്കെ അവർ നിഷ്കാസനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഹിന്ദുമതത്തെ പരിഷ്കരിക്കുക എന്ന ഉദാത്തമായ ലക്ഷ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇതൊക്കെ സമൂഹത്തിനറിയാം, വളരെ വ്യക്തമായിട്ടറിയാം. അതൊന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ കുഞ്ഞിക്കണ്ണൻ ശ്രമിച്ചാൽ ഒരു കാര്യമില്ല. കാരണം ഇവിടെ ഇപ്പോൾ KPMSന്റെ ആള് പോലും പറഞ്ഞത് എന്താ? ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഹിന്ദു വിശ്വാസികളാണെന്നാണ്. എന്ന് വെച്ചാൽ അവരെല്ലാവരും ഹിന്ദുക്കളാണ്, നിങ്ങൾ അവരെ ഹിന്ദുക്കളല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊന്നും ഈ പരിപ്പ് ഇവിടെ വേവാൻ പോകുന്നില്ല കുഞ്ഞിക്കണ്ണ, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ ഇവിടെ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുന്നത്, സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുകൊണ്ട് ആ അഭിപ്രായത്തോട് യോജിക്കുകയല്ല. രാഷ്ട്രീയമായി CPM ഒരു വലിയ ബാങ്ക്രപ്റ്റ് ആണ് ഇപ്പോൾ. എന്താണ്? കേരളത്തിൽ വലിയ തോതിൽ ഇസ്ലാമിനെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു, വർഗീയവാദത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു, തീവ്രവാദത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു. ഇവിടെ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞു അരുൺകുമാർ. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നു. ഇവർ തുല്യതയുടെ, ഭരണഘടനയുടെ തുല്യതയുടെയൊക്കെ കാര്യം പറയുന്നുണ്ട്. ശരീഅത്തിനെ കുറിച്ചുള്ള ഇവരുടെ അഭിപ്രായം എന്താ? ശബരിമലയിലെ തുല്യതയെക്കുറിച്ച് പറയുമ്പോൾ ശരീഅത്തിനെ കുറിച്ചുള്ളവരുടെ അഭിപ്രായം എന്താ? ശരീഅത്താണ് ശരിയെന്ന് സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്ത് കുഞ്ഞിക്കണ്ണന്റെ പാർട്ടിയാ. എന്താ ശരീഅത്തനുസരിച്ച് സ്ത്രീകൾക്ക് തുല്യ സ്വാതന്ത്ര്യം വേണം എന്ന അഭിപ്രായം CPM ഉപേക്ഷിക്കാൻ കാരണം എന്താണ്? അതിന്റെ കാരണം? അപ്പോ CPMന്റെ ഇരട്ടത്താപ്പാണത്. വിശ്വാസത്തെ അവർ അനുകൂലിക്കും. അല്ല, എന്റെ വിയോജിപ്പ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്താണ്, എന്ത് അബദ്ധവും ഈ ചർച്ചയിൽ വന്ന് വിളിച്ചു പറയാം, എന്ത് അബദ്ധവും ഇത്തരം ചർച്ചകളിൽ വന്ന് വിളിച്ചു പറയാമെന്നാണ്. ആരാണ് ശരീഅത്ത് ശരിയാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ അവിടെ വിറ്റ് കൊടുത്തത്? ഏത് അവിടെ വിറ്റതാണത്? ഡേറ്റ് ഇട്ട് പറ. ഏത് കേസിലാണ് ഇങ്ങനെ അബദ്ധം പറയുന്നത്? അനാവശ്യം പറഞ്ഞത് ശരീഅത്ത്
അരുൺകുമാർ, വെറുതെ ഞാനതിനെ എന്തെങ്കിലും തർക്കിക്കാനില്ല. ഗൂഗിൾ ചെയ്യുന്നൊക്കെ പറയുന്നത് അരുൺകുമാർ, അബദ്ധം പറയരുത് കേട്ടോ. ഞാനതിനെ സമയമില്ല. നല്ല ചരിത്രബോധമുള്ള താങ്കളെ പോലെ ചരിത്രബോധമില്ലാത്ത ആളുകളല്ല ഈ ചർച്ച കേൾക്കുന്നത്. ഈ ചർച്ച കേൾക്കുന്നത് താങ്കളെ പോലെ ചരിത്രബോധമില്ലാത്തവരല്ല. ഈ അല്ല, ചർച്ച കേൾക്കുന്ന ആളുകൾക്കറിയാം ജനാധിപത്യ മുന്നണിയുടെ താങ്കൾ വെറുതെ ശശികല ടീച്ചറെ വിഷം തുപ്പരുത്. താങ്കളുടെ ഹിന്ദുത്വം ഹിന്ദുമതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഹിന്ദുമത വിശ്വാസത്തിന് താങ്കളുടെ ഹിന്ദുത്വവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ മതവിശ്വാസികളും CPM-ന്റെ വെബ്സൈറ്റിൽ പോയി നേരിട്ട് നോക്കിയാൽ ഇപ്പോഴും ആ നിലപാട് അറിയാമല്ലോ. ഇറ്റ് സപ്പോർട്ട്സ് ദ ഡിമാൻഡ് ഓഫ് വിമൺ ഇൻ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ഇൻക്ലൂഡിംഗ് മുസ്ലിം വിമൺ ഫോർ ആൻ എൻഡ് ടു ആന്റി വിമൺ കസ്റ്റംസ് എന്ന് തന്നെയാണ് CPM അതിന്റെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഏതുതരം മതത്തിലെയും സ്ത്രീ വിരുദ്ധതയെയും ആ പാർട്ടി ചോദ്യം ചെയ്യുന്നുവെന്നാണ് പാർട്ടി നിലപാട്. മാത്രമല്ല എന്റെ അറിവിൽ ശരീഅത്ത് ഭരണഘടനാപരമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു നിലപാട് CPM കോടതിയിൽ എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഘട്ടത്തിൽ, ഇപ്പോൾ അതിന്റെ കോപ്പി താങ്കളിൽ കാണില്ലെന്നറിയാം, അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല, മറ്റൊരു ഘട്ടത്തിലാവാം. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ഞാൻ അരുൺകുമാറിന് അയച്ചു തരാം. തീർച്ചയായിട്ടും അതിനകത്ത് എനിക്ക് തർക്കമില്ല. ഞാൻ പരിധി നോക്കിയപ്പോൾ എന്റെ അറിവിൽ അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ശരീഅത്ത് ഭരണഘടനാപരമാണ് എന്നൊരു നിലപാട് കോടതിക്ക് മുമ്പിൽ സ്വീകരിച്ചതായി എന്റെ അറിവിലില്ല. ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. അല്ല, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും RV ബാബു സർക്കാരിന്റെ നിലപാട് ഞാനത് പ്രൂവ് ചെയ്യാൻ തയ്യാറാ. ഓക്കെ, എവിടെ ഏത് ശരീഅത്ത്? ശരി. അല്ലെങ്കിൽ ഒന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം വന്നപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് ശരീഅത്ത് ശരിയാണെന്നോ അങ്ങനെ ഒരു നിലപാട് CPM കോടതിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു നിമിഷം, ശ്രീ RV ബാബു എന്നിവരാണ്. ശ്രീ സണ്ണിക്കുട്ടി ഇബ്രാഹിം, നേരത്തെ അങ്ങയോട് ഈ ഹിന്ദു ഐക്യവേദിയുടെ ആശയങ്ങളോട് താങ്കൾ ഐക്യപ്പെട്ട് സംസാരിച്ചു എന്നൊരു വിമർശനം ഉയർത്തിയിരുന്നു. അതിനുള്ള മറുപടി കൂടി, നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ, 1 മിനിറ്റിൽ താഴെ സമയം. അല്ല അരുണേ, ഈ കുഞ്ഞിക്കണ്ണൻ ചേട്ടൻ എന്നോട് സാധാരണ ഇങ്ങനെ ചൂടാവുന്നല്ല. ഞങ്ങൾ തമ്മിൽ നല്ല ഭംഗിയായിട്ട് നല്ല ടാനുവലിൽ പോകുന്ന ഒരാളാണ്. എന്നോട് പോലും, ഈ പാവപ്പെട്ട എന്നോട് പോലും കുഞ്ഞിക്കണ്ണൻ ചേട്ടൻ ചൂടാകണമെങ്കിൽ അദ്ദേഹം ആത്മാർത്ഥമായിട്ടല്ല ഈ അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നതെന്ന കാര്യത്തിൽ ആരും സംശയമില്ല. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് ചില നിലപാടുകളുണ്ടാവും. ഞാൻ BJP-യുടെ നിലപാടുകളെ അതിശക്തമായിട്ട് എതിർക്കുന്ന ആളാണ്. അതിപ്പോൾ എനിക്ക് കുഞ്ഞിക്കണ്ണൻ ചേട്ടനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഐക്യവേദിയുടെയോ RSSൻ്റെയോ സംഘപരിവാരത്തിൻ്റെയോ ഒരു നിലപാടിനോട് യോജിക്കുന്ന ആളല്ല. പക്ഷേ അരുണ, ഞാൻ കൃത്യമായിട്ട് പറയാം, ഈ 2018 ഈ ശബരിമല പ്രശ്നം ഉണ്ടായപ്പോൾ അത് അമ്പലത്തിലെ കാര്യം അമ്പലംകാർക്കും അവരുടെ വിശ്വാസത്തിനും അവരുടെ അനുഷ്ഠാനത്തിനൊക്കെ വിട്ടുകൊടുക്കുന്നതാണ് ഭംഗി. അതാണ് നമുക്ക് സമാധാനം വേണ്ടി ജീവിക്കാൻ പറ്റിയതെന്ന് തന്നെയാണ് ഞാൻ അന്നും എടുത്തിരിക്കുന്ന നിലപാട്. ആ നിലപാട് തന്നെയാണ് എനിക്കിന്നും ഉള്ളത്. അല്ലാതെ എനിക്ക് ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നെങ്കിൽ ഉടനെ എന്നെ കൂട്ടിക്കെട്ടിയിട്ട് എൻ്റെ പൊന്നു കുഞ്ഞിക്കണ്ണൻ ചേട്ടാ അതിന് എന്നെ കിട്ടത്തില്ല. ദയവ് ചെയ്ത് ഞാൻ പറയാം, അതിന് വേറെ ആള് കുഞ്ഞിക്കണ്ണൻ ചേട്ടൻ നോക്കിയാൽ മതി. അതുകൊണ്ട് നിർത്തുക. അതുകൊണ്ട് നമുക്കിവിടെ എന്താ ചെയ്യാനുള്ളത്? എന്തിനാ ആവശ്യമില്ലാത്ത ഒരു സെക്കൻഡൂടെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉയർത്തി ഉള്ള സമാധാനം എന്തിനു നശിപ്പിക്കണം? എന്റെ ചോദ്യം അതേ ഉള്ളൂ. സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടി ഇങ്ങനൊരു പരിപാടി വേണോ എന്നുള്ളതാണ് ചോദ്യം ഫുൾ ചർച്ചയിലുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി KT കുഞ്ഞിക്കണ്ണനിലേക്ക് KT കുഞ്ഞിക്കണ്ണൻ, അങ്ങേക്ക് മറുപടി പറയാം നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി ഇബ്രാഹിം ചോദിച്ചതിന്. പക്ഷെ അതോടൊപ്പം ഒറ്റ ചോദ്യമേ ഉള്ളൂ. വളരെ സമാധാനത്തിൽ പോയിരുന്ന ഒരു തീർത്ഥാടന കാലം വളരെ നന്നായി തന്നെ കഴിഞ്ഞ 2 വർഷവും സർക്കാരിന് സംഘടിപ്പിക്കാൻ സാധിച്ചു. അതിൻ്റെ ഒരു ഗുഡ് ഫീൽ ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി കൊണ്ടുവന്നത്. ഇത് തിരിച്ചടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ? ഒരിക്കലുമില്ല. കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളായ എല്ലാ വിഭാഗവും, പ്രത്യേകിച്ച് കേരളത്തിലെ പ്രമുഖങ്ങളായ സമുദായ സംഘടനകളെല്ലാം നല്ല രീതിയിലുള്ള പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണയാണ് അരുണെ ഇവിടെ RV ബാബുവിനെയും കോൺഗ്രസ്സുകാരെയൊക്കെ വലിയ രീതിയിൽ പ്രകോപിതരാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ കോൺഗ്രസിന് വേണ്ടിയാണല്ലോ സണ്ണിക്കുട്ടി എബ്രഹാം സ്വതന്ത്ര നിരീക്ഷകനായിട്ട് വരുന്നത്. അദ്ദേഹം വളരെ ഉഡായിപ്പ് എന്നൊക്കെ പ്രയോഗം അദ്ദേഹം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ ഈ ചർച്ചകളുടെ നിലപാടുകളൊക്കെ അത് നിലപാട് മാത്രമാണ്, അതിലപ്പുറത്ത് വ്യക്തികൾ തമ്മിൽ എന്നുള്ള ഒരു പ്രശ്നവുമില്ല. അത് സണ്ണിക്കുട്ടി എബ്രഹാം അങ്ങനെ കണ്ട RV ബാബുവിൻ്റെ നിലപാടിനെ ഞാൻ കർശനമായി വിമർശിക്കും. പക്ഷേ RV ബാബു എന്ന വ്യക്തിയോടല്ല അത്. അവർ മുന്നോട്ട് വെക്കുന്ന വളരെ പ്രതിലോമകരമായ ചരിത്രത്തെ പിറകോട്ട് വലിക്കുന്ന പ്രാചീനതയുടെ കൂരി
നേരിട്ടിലേക്ക് നമ്മുടെ സമൂഹത്തെ എത്തിക്കുന്നതാണ്. ജവഹർലാൽ നെഹ്റുവിനോട് പലരും ഹിന്ദു കോഡ് നിയമം കൊണ്ടുവരുമ്പോൾ പറഞ്ഞ എന്താണ്? കുടുംബത്തിൻ്റെ സമാധാനം തകർക്കണോ? സ്ത്രീകൾക്ക് സ്വത്തില്ലെങ്കിൽ എന്താണ്? സ്ത്രീകൾക്ക് പിന്തുടർച്ച അവകാശമില്ലെങ്കിൽ എന്താണെന്നാണ്. പക്ഷെ അതില്ലായിരുന്നുവെങ്കിൽ ഹിന്ദു സമുദായത്തിലെ സ്ത്രീകളുടെ, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകളുടെ അവസ്ഥ ഇന്നത്തതിനേക്കാൾ ദാരുണമാകുമായിരുന്നില്ലേ? അപ്പോൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ സണ്ണിക്കുട്ടി അബ്രഹാം തയ്യാറാക്കണം, ആർ വി ബാബു തയ്യാറാവണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നവരല്ല, അവർ ചരിത്രത്തെ അപനിർമ്മിച്ച് അപകടകരമായ തങ്ങളുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയം ഇന്ത്യൻ സമൂഹത്തിന് മുകളിൽ അടിച്ചേൽപ്പിക്കുന്നവരാണ്. കേരളത്തിൽ അതിന് വേണ്ടത്ര രീതിയിൽ വേരൂന്നാൻ കഴിയില്ല. അതിനെ പ്രതിരോധിക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷമാണ്. അതുകൊണ്ട് അയ്യപ്പ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിശ്വാസ സമൂഹത്തെയും അവരുടെ യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെയും തീർത്ഥാടനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്നതോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോ ഇവർക്ക് വലിയ ദോഷം ചെയ്യും. കാരണം ഇവരുടെ കീഴിൽ ഈ അയ്യപ്പ ഭക്തരാരും നിൽക്കാൻ പോകുന്നില്ല. NSSും SNDPയും KPMS ഒക്കെ എടുക്കുന്ന നിലപാടുകൾ തന്നെയാണ് ആർ വി ബാബുവിനെ പോലുള്ള ആളുകളെ പ്രകോപിതരാക്കുന്നത്. അവരുടെ വർഗീയ അജണ്ടയ്ക്ക് ഇവരെ കിട്ടാൻ പോകുന്നില്ല എന്ന അവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ട് അയ്യപ്പ സംഗമം വളരെ സംഗതമായ ഒന്നാണ് എന്ന് തന്നെയാണ് ഈ പറയുന്ന സംഘപരിവാറിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ, പ്രതിപക്ഷം അത് ബഹിഷ്കരിച്ചിട്ടില്ല, പക്ഷെ ചില സംശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ പൂർണ്ണമായ സഹകരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നില്ല. പക്ഷേ എങ്കിൽ പോലും അതൊരു ഗുണകരമായ പര്യവസാനിക്കും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ CL രമേശൻ? അല്ല, ഇപ്പോൾ സാർ ഈ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ അയ്യപ്പ സംഗമം വളരെ ഗുണകരമായി നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു നവോത്ഥാന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് പങ്കുവച്ചിട്ടുള്ള ഈ ഇടതുപക്ഷ സർക്കാർ ആ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓക്കെ. അത് ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു അയ്യപ്പ സംഗമം നടത്തിയതുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ എടുത്തിട്ടുള്ള കോടതി പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുരോഗമന സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകരുത് എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ. അതായത് ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാതെ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് കൊണ്ട് KPMSന് ഒരു വിയോജിപ്പുമില്ല എന്നാണ് CL രമേശൻ, സണ്ണിക്കുട്ടി അബ്രഹാം, ആർ വി ബാബു, ഒപ്പം ചർച്ചയിൽ ചെന്ന KT കുഞ്ഞിക്കണ്ണൻ. നന്ദി. Debate with Dr. Arun Kumar.